നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കറികൾക്കൊന്നും ഒരു സ്വാദില്ലല്ലോ. ആദ്യമായിട്ട് അടുക്കള കയറുന്നവർ പോലും ഇതിലും ഭംഗിയായിട്ട് കറികൾ വെക്കും. ഛേ, ഇത് വളരെ മോശമായിപ്പോയി. പൂജാമുറി പരിശോധിച്ചത് ഞാനാ. നല്ല വൃത്തിയും വെടിപ്പും ഉണ്ട്. എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മത്സരത്തിന്റെ ഭാഗമാണ്. പക്ഷേ തുടർന്ന് എന്റെ മക്കളുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഉണ്ടാവണം. കൽപ്പന, കൺഗ്രാറ്റ്സ്. തന്നെ കുറിച്ച് ഈ കണിമംഗലം കുടുംബം ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം പറയുന്നത് ആദ്യമായിട്ടാണ്. ഒരാളെ മാത്രം ഇങ്ങനെ വാവിട്ട് പോരുത്തേണ്ട കാര്യമൊന്നുമില്ല. മത്സരത്തില് മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. കൺമുന്നിൽ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. പ്രിയങ്ക മോളുടെ അവസരം ആകുന്നതല്ലേ ഉള്ളൂ. നമുക്കത് പരീക്ഷിച്ചു കളയാം. ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചോ? എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഓ, ഇപ്പൊ ഏട്ടത്തിക്ക് കിട്ടിയിരിക്കുന്ന ഈ 1ാം സ്ഥാനം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ വിന്നർ ഞാനാ. ആ, നമുക്ക് കാണാം. ആ, കാണാം. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് കിടക്കാം. എങ്കിൽ എല്ലാവരും വരും. അമ്മ എല്ലാവർക്കും വിളമ്പട്ടെ മോളെ. പാചകം മാത്രല്ല, വിളമ്പലും ഞാൻ തന്നെയാ ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരാം. അമ്മ ഇരുന്നു. ഒരു മത്സരം കാരണമാണെങ്കിൽ പോലും പ്രിയങ്ക ഒരു ഉത്തമ കുടുംബിനിയായി. അക്കാര്യത്തിൽ ചെറിയമ്മ പക്ഷം പിടിക്കണ്ട. കൽപ്പന തീരെ മോശമൊന്നുമല്ല. എന്തായാലും കൽപ്പനയ്ക്ക് കൊടുത്ത ടാസ്ക് കൽപ്പന ജയിച്ചല്ലോ. ആ, ഇന്ന് സത്യം പറഞ്ഞ സമയം കുറച്ചേ കിട്ടിയുള്ളൂ. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ 1-2 സ്പെഷ്യൽ വിഭവങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കിയേനെ. മോളുണ്ടാക്കിയ ഭക്ഷണം ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആരും മുൻകൂറായി ഒന്നും പറയണ്ട. എന്തായാലും വിളമ്പി കഴിഞ്ഞല്ലോ. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? എന്താ കൽപ്പന? അമ്മ, ഇത് എന്തൊരു ഉപ്പാ ഇതിന്? ഏട്ടത്തി, മത്സരിച്ച് തോൽപ്പിക്കുകയാണെങ്കിൽ മത്സരിച്ച് തന്നെ തോൽപ്പിക്കണം. അല്ലാതെ വെറുതെ ജയിക്കാൻ വേണ്ടി കോമാളിത്തരം കാണിക്കരുത്. അതെ, ഞാൻ കാണിക്കുന്ന കോമാളിത്തരാണെങ്കിലേ ബാക്കിയുള്ളവരൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തൊരു എരിവതിന്. ആ, ഏട്ടനെന്ത് പറയും? ഏട്ടന് കൽപ്പന എടുത്ത് ജയിക്കുന്നതാണല്ലോ ഇഷ്ടം. ഇതെന്താ മോളെ ഇത്? കറികൾക്കൊന്നും ഒരു സ്വാദില്ലല്ലോ. ആദ്യമായിട്ട് അടുക്കള കയറുന്നവർ പോലും
ഇതിലും ഭംഗിയായിട്ട് കറികൾ വെക്കും. ഛേ, ഇത് വളരെ മോശമായിപ്പോയി. ഇവിടെ വാശിയൊക്കെ നല്ലതാ, പക്ഷേ എന്തായാലും നമുക്ക് അറിയാൻ കൂടെ വേണം. കരയണ്ട. മനുഷ്യരാവുമ്പോ ചില പാളിച്ചകളൊക്കെ പറ്റും. വരണേ, എന്തായാലും പ്രിയങ്കയ്ക്കും കൂടി ചേർത്ത് പുറത്തു നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇന്നത്തെ മത്സരത്തിന്റെ വിജയി കൽപ്പന. പക്ഷേ മത്സരം അവസാനിച്ചിട്ടില്ല. നാളെ നേരെ തിരിച്ച വീട് വൃത്തിയാക്കൽ പ്രിയങ്കയ്ക്കും പാചകം കൽപ്പനയ്ക്കും. എട്ടത്ത് ജയിച്ചു എന്ന് കരുതണ്ട. നാളത്തെ ദിവസം എന്റെതാ. നാളെ ഇതുപോലെ എല്ലാവരും ഇരിക്കുമ്പോ ഞാൻ ജയിച്ചു എന്ന് മുത്തശ്ശി പ്രഖ്യാപിക്കും. നോക്കിക്കോ. സൂര്യ ഇപ്പൊ എന്ത് പറയുന്നു? ഈ മത്സരത്തില് ഞാനായിരിക്കില്ലേ ജയിക്കുക? താൻ ജയിച്ച എനിക്ക് സന്തോഷം. പ്രിയങ്ക ജയിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ഈ കുടുംബത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. നമ്മുടെ കുടുംബം ഒന്നാ. അതുതന്നെ എനിക്കും പറയാനുള്ളത്. അമ്മ നടത്തുന്ന മത്സരം മക്കൾ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന് കാരണമാകരുത്. ഇതൊരു ചെറിയ മത്സരം മാത്രമാണ്. ഓണവും വിഷുവൊക്കെ വരുമ്പോ കുട്ടികൾ കളിക്കുന്ന ഒരു മത്സരമില്ലേ, അതുപോലെ തന്നെയാണിത്. അതിന്റെ സമയം കഴിഞ്ഞാൽ അതങ്ങ് മറന്നേക്കണം, എന്നേക്കുമായിട്ട്. ഇതെങ്ങനെ ഇത്രയും വലിയ വീട് ക്ലീൻ ചെയ്യുന്നേ? മിക്കവാറും ഏട്ടത്തെയും ചെറിയമ്മയും കൂടെ എല്ലായിടത്തും അഴുക്കാക്കിയിടും. തുടച്ച് എന്റെ നട്ടല്ലേ പൊളിയും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.